അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന 5ാം ക്ലാസ്സിലെ അഖീദ എന്ന പുസ്തകത്തിൽ നിന്നുള്ള പാഠമാണ്. ഏതാണ് പാഠം? 2ാമത്തെ പാഠം. ഷിർക്ക് എന്നാണ് ഹെഡിങ്. ഷിർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കുക. ഇതെന്താണെന്നുള്ളത് വിശദമായിട്ട് പിന്നെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. നോക്കുക. സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. പാഠം 2, 2ാമത്തെ പാഠമാണ് അശ്ശിർക്കു. സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നതും അവൻ തന്നെ. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ്. ഭൗതിക അഭൗതികമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അവൻ കഴിവ് നൽകാതെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല. അവനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും. അവനെ ധിക്കരിക്കുന്നവർക്ക് നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. അള്ളാഹു ദാത്തിലും സത്തയിലും, ദാത്തെന്ന സത്ത, അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു. അവൻ ഒരാളുടെ പിതാവോ സന്തതിയോ അല്ല. അവനത്രേ വിശുദ്ധൻ. എല്ലാ കഴിവുകളുടെയും ഉടമയാണ് അവൻ. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ താഴ്മയ്ക്ക് അർഹൻ അവൻ മാത്രമാണ്. നാം അവന് പരമമായ താഴ്മ ചെയ്യണം. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അഥവാ ആരാധന. മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്. അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി മുതലായ സിഫത്തുകളോട് സാദൃശ്യമായവ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്കാണ്. അത് ഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഖുർആൻ പറയുന്നു, ഇന്ന ഷിർക ലളുൽമുൻ അളീം. അംബിയ, ഔലിയ, ശുഹദ തുടങ്ങിയവർ സച്ചരിതരും സൽവൃത്തരുമാണ്. അവരെ നാം ആദരിക്കണം. അള്ളാഹുവിൻ്റെ കഴിവ് കൂടാതെ മുഅ്ജിസത്തോ കറാമത്തോ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ അവർക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ആയതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി കൊടുക്കും. അവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് പുണ്യവും പ്രവാചക മാതൃകയുമാണ്. ഒരിക്കൽ കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരു പുരുഷൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരിക. അപ്പോൾ അദ്ദേഹത്തിന് നബി പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇതായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി ഫതഖ്ലി ലി അല്ലാഹുമ്മ ശഫിഉഹു ഫിയ്യ. ഇപ്രകാരം അദ്ദേഹം ദുആ ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. സാരം, അതിൻ്റെ അർത്ഥം, അള്ളാഹുവെ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബി തങ്ങളെ മുൻനിർത്തിക്കൊണ്ടിതാ നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെ നിശ്ചയം തങ്ങളെ മുൻനിർത്തി എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ഈ ആവശ്യത്തിൽ ഞാൻ മുന്നിടുന്നു. തങ്ങൾ എൻ്റെ ആവശ്യം നിറവേറ്റി തന്നാലും അള്ളാഹുവെ, എൻ്റെ കാര്യത്തിൽ നബിയുടെ ശുപാർശ നീ സ്വീകരിക്കണമേ.